ജീവിതത്തിൽ ഏറ്റവും സുവർണകാലം നബിയോടൊപ്പമുള്ള കാലഘട്ടമാണ് എന്ന് ആയിഷ ബീവി പറയുന്നു. എത്ര സങ്കീർണമാണെങ്കിലും സങ്കുചിതമാണെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളതാണെങ്കിലും റസൂലിന്റെ കൂടെയുള്ള കാലഘട്ടം അതാണ് തന്റെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം എന്ന് ആയിഷ ബീവി അഭിമാനം കൊള്ളാറുണ്ട്. അതുകൊണ്ട് തന്നെ റസൂൽ ജീവിതത്തിൽ അവസാന കാലഘട്ടങ്ങളിൽ തന്നോട് എന്തു പറഞ്ഞു അത് ജീവിതത്തിൽ കൊണ്ടു നടന്നിട്ട് മാതൃക കാണിച്ചു ആയിഷ ബീവി. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, പാരത്രിക ലോകത്തിൽ നീ എന്റെ കൂടെയുള്ള താമസമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, എന്റെ കൂടെയുള്ള ജീവിതമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ, ദുന്യാവ് കൂടുതൽ വേണ്ട. ഒരു യാത്രക്കാരൻ എത്രയാണോ തന്റെ കൂടെ പാതേയമായി കൊണ്ടുപോകുന്നത്, ഒരാൾ ഒരു യാത്ര പുറപ്പെടുമ്പോൾ തന്റെ വീട്ടിലുള്ള എല്ലാം വാരി വലിച്ചു കൊണ്ടുപോകൂല, ആവശ്യമുള്ളത് മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. അതുപോലെ അത്യാവശ്യമുള്ളത് മാത്രമേ നിനക്ക് ദുന്യാവിൽ നിന്ന് മതി ആയിഷ. വഇയ്യാകി വമുജാലസതിൽ അഗ്നിയാ, ആയിഷ, നീ ധനാഢ്യരായ പെണ്ണുങ്ങളോട് കൂടെയുള്ള ഇരുത്തത്തെ സൂക്ഷിക്കണം. വലാ തസ്തഖ്ലിഫി സൗബൻ ഹത്താ തർകഈ, ഡ്രസ്സ് മാറ്റുന്നതിൽ അഭിമാനം കൊള്ളണ്ട. ഡ്രസ്സ് ഇങ്ങനെ തരം തരം മാറ്റിയെടുക്കണ്ട. ഒരു ഡ്രസ്സ് മാറ്റണമെങ്കിൽ ആ വസ്ത്രത്തിൽ വല്ല ഓട്ടയോ വല്ല ദ്വാരമോ കഷ്ണം വെക്കലോ വരാതെ വേറെ വസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണ്ട. ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ പ്രമുഖ ശിഷ്യനായിരുന്ന ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ്, ആയിഷ ബീവിയുടെ അവസാന കാലഘട്ടങ്ങളിൽ വേറെ ഒരു ഡ്രസ്സ് ധരിക്കണമെങ്കിൽ ഇപ്പോൾ ധരിച്ച ആ ഡ്രസ്സ് നുരുമ്പിപ്പോകണം, എന്നാലേ അടുത്ത ഒരു ഡ്രസ്സിനെ കുറിച്ച് മഹദി ആലോചിക്കാറുണ്ടായിരുന്നു. ഇതൊരിക്കലും വാങ്ങാൻ കാശില്ലാഞ്ഞിട്ടല്ല. റസൂല് പറഞ്ഞു, വലാ തസ്തഖ്ലിഫി സൗബൻ ഹത്താ തർകഈ. റസൂൽ പറഞ്ഞതാണ്, ഒരു വസ്ത്രം കഷ്ണം വെക്കാതെ മറ്റൊരു വസ്ത്രം ആഗ്രഹിക്കണ്ട. അതുകൊണ്ട് തന്നെയാണ് ആയിഷ ബീവി ആ വസിയത്ത് തന്റെ കൂടെ കൊണ്ടു നടന്നത്. ആയിഷ ബീവിയുടെ ജീവിതത്തിലെ മറ്റൊരു ചിത്രം, ഇബാദത്തിന്റെ ചിത്രം, ഒട്ടും മോശമല്ലാത്ത വിധത്തിലായിരുന്നു. കാരണം പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സഹവാസമാണ്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സഹവാസം കൊണ്ട് ഇബാദത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ട വനിത ആയിഷ ബീവിയായിരുന്നു. കാരണം ആയിഷ ബീവിയുടെ റൂമിൽ നിന്ന് നിസ്കരിച്ചിട്ടാണ് റസൂലിന്റെ ഇരു കാലുകളിലും നീര് കെട്ടി നിന്നത്. നീര് കെട്ടിയിട്ട് ആയിഷ ബീവി തിരിച്ചു ചോദിച്ചു, അല്ലയോ റസൂലേ, അങ്ങയുടെ മുൻകഴിഞ്ഞ ദോഷങ്ങളും ഇനി എന്തെങ്കിലും ദോഷം വരാനുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് അവിടെ നൽകിയ ഒരു മറുപടി ഉണ്ട്, അഫലാ കൂന അബ്ദൻ ശകൂറാ, അള്ളാഹുവിന് നന്ദിയുള്ള ഒരു അടിമയാകണ്ട ഞാൻ. ആ ഒരു നന്ദിയുള്ള അടിമയുടെ പോസ്റ്റിലേക്ക് എത്തുന്നതിന് വേണ്ടി കഠിന പരിശ്രമം നടത്തിയ ആളായിരുന്നു സഹോദരിമാരെ നമ്മുടെ നായികയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം രാത്രിയിലുള്ള ദീർഘിച്ച നിസ്കാരങ്ങളായിരുന്നു. ദീർഘിച്ച നിസ്കാരങ്ങൾ നിസ്കരിക്കുകയും മറ്റുള്ള ആളുകളോട് ആ നിസ്കാരത്തിന് വേണ്ടി ഉപദേശിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാലത് ലി ആയിഷ, ആയിഷ എന്നോട് പറഞ്ഞു, ലാ തദഅ ഖിയാമൽ ലൈൽ, ആയിഷ ബീവി എന്നോട് പറയുകയാണ്, നിങ്ങൾ രാത്രിയിലുള്ള നിസ്കാരം ഒഴിവാക്കരുത്, തഹജ്ജുദ് ഒഴിവാക്കാൻ പാടില്ല. ഫഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
കാന ലാ യദഉഹു, റസൂൽ ഒഴിവാക്കാത്ത ഒരു ഇബാദത്തായിരുന്നു രാത്രിയിലെ നിസ്കാരം. വകാന ഇദാ മരിള ഔ കസില സ്വല്ലാ ഖാഇദാ, റസൂലിന് വല്ല അസ്വസ്ഥതയോ റസൂലിന് വല്ല ക്ഷീണമോ റസൂല് രോഗിയാവുകയോ ചെയ്താൽ ഇരുന്നിട്ടാണെങ്കിൽ പോലും ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ പുണ്യനബി വിട്ടുവീഴ്ച കൊടുക്കാറില്ലായിരുന്നു. അതുപോലെ ദീർഘിച്ച നിസ്കാരങ്ങൾ. അബ്ദുല്ലാഹിബ്നു അബീ മൂസാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുദിരിക്ക് എന്നെ ആയിഷാ ബീവിയുടെ അടുത്തേക്ക് ചില ഇഷ്കാലുകൾ, ചില സംശയങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെ ഞാൻ പോകുമ്പോ ആയിഷാ ബീവി ളുഹ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ളുഹ നിസ്കാരത്തിന്റെ സമയത്ത് ഞാൻ അങ്ങോട്ട് പോയെങ്കിലും എത്രയോ കാത്ത് ഞാൻ കാല് കടഞ്ഞിരിക്കാൻ വരെ നിർബന്ധിതനായി. അത്രയും ദീർഘിച്ച നിസ്കാരങ്ങളായിരുന്നു നമ്മുടെ നായികയായ, നമ്മുടെ മാതാവായ ആയിഷ റളിയല്ലാഹു അൻഹായുടേത്. മാത്രമല്ല നിസ്കാരങ്ങളിൽ പൊട്ടി കരയാറുണ്ടായിരുന്നു. ഒരിക്കൽ മഹദി നിസ്കാരത്തിൽ ഓതിയ ആയത്ത് ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം, അല്ലാഹു ഞങ്ങളുടെ മേലിൽ അനുഗ്രഹം ചൊരിഞ്ഞു തന്നു, അങ്ങനെ ഏറ്റവും കഠോരമായ നരകത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് സ്വർഗവാസികൾ പറയുന്ന ആ ആയത്ത് ഓതിയിട്ട് മഹദിയായ ആയിഷ ബീവി പൊട്ടി കരയുകയാണ്. ഇത് മുഅ്മിനീങ്ങളുടെ ലക്ഷണമായി വിശുദ്ധ ഖുർആൻ പറയുന്നു. അള്ളാഹുവിന്റെ അടിമകൾ എന്ന് പറയപ്പെട്ട ഇബാദുർ റഹ്മാൻ, അവരുടെ ഒരു ലക്ഷണം വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ, ഏറ്റവും ഭീതിതമായ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന വാക്ക് അത് പറയുന്ന ആളുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്, എന്റെ അടിമകളാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. ഇത് നല്ല ഒരു ലക്ഷണം. നിസ്കാരത്തിൽ നരകത്തെക്കുറിച്ച് ഓതിയിട്ട് ആയിഷാ ബീവി പൊട്ടിക്കരയാ. സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടിയ വനിതയാണ് പൊട്ടിക്കരയുന്നത്. നമുക്ക് ചരിത്രത്തിൽ ഹദീസിന്റെ കിതാബുകളിൽ കാണുവാൻ സാധിക്കുന്നു. നരകത്തിന് അടുത്തെത്തിയിട്ട് നരകവാസികളായ ആളുകൾ നരകം ഇങ്ങനെ നോക്കിയിട്ട് അസ്രായിലിനോട് പറയുന്നൊരു വാക്കുണ്ട്, അസ്രായിലേ, ഈ തീയിലേക്ക് ചാടുന്നതിന് മുമ്പ് ഞങ്ങളൊന്ന് സ്വയമോർത്ത് പൊട്ടിക്കരയട്ടെ അസ്രായിലേ. അങ്ങനെ അസ്രായിലിനോട് ചോദിക്കുമ്പോ അസ്രായിൽ സമ്മതം കൊടുക്കുന്നു. അങ്ങനെ അവിടെ ഒരുമിച്ചുകൂടിയ ആളുകൾ, നരകവാസികളായ ആളുകൾ പൊട്ടിക്കരയുകയാണ്. കരഞ്ഞ് അവരുടെ കണ്ണിൽ നിന്ന് രക്തം വരുന്നത് വരെ അവർ കരയും. ആ സമയത്ത് അസ്രായീൽ അവരോട് ചോദിക്കും, നരകത്തെ ഓർത്ത് ഈ കരഞ്ഞതിന് പകരം ഒരൊറ്റ കണ്ണീര് തുള്ളി നിങ്ങൾ ഭൂലോകത്ത് വെച്ച് ഉറ്റിക്കുകയായിരുന്നുവെങ്കിൽ അള്ളാഹു ഈ നരകത്തെ നിങ്ങളുടെ മേലിൽ നിഷിദ്ധമാക്കുമായിരുന്നു. അള്ളാഹു ആ കൂട്ടത്തിൽ, ആ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മാത്രമല്ല അധിക പകലുകളിലും നോമ്പാണ്. ഏത് ഉഷ്ണത്തിന്റെ കാലമാണെങ്കിലും ഏത് ശൈത്യത്തിന്റെ കാലമാണെങ്കിലും നോമ്പ് പിടിക്കുന്ന ഒരു പതിവ് നമ്മുടെ മാതാവിനുണ്ടായിരുന്നു, ആയിഷാ ബീവിക്കുണ്ടായിരുന്നു. നമ്മളെപ്പോലത്തെ നോമ്പല്ലത്. വയറ് നിറയെ കഴിക്കുകയും എന്നിട്ട് നോമ്പ് പിടിക്കുകയും പിന്നെ വയറ് അതിനേക്കാളും നിറച്ചിട്ട് നോമ്പ് തുറക്കുന്ന പതിവായിരുന്നില്ല. അത് ഒരു ഗ്ലാസ് പച്ചവെള്ളവും ഒരു ഈത്തപ്പഴവും തിന്ന് നോമ്പെടുക്കുകയും അതുപോലത്തെ ഭക്ഷണം കഴിച്ചിട്ട് നോമ്പ് തുറക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്മര്യസൂനമേ ആയിഷ. आयशा का मर्तबा है बिल्यकीन बरतर कयास बहरना पैदा किनारा है वो इल्मों की भी प्यास. ആയിഷാ ബീവി അധിക പകലുകളിലും നോമ്പ്. ഒരു ദിവസം അറഫാ ദിവസം അതിയായ ഉഷ്ണമുള്ള ഒരു കാലഘട്ടം. ആയിഷാ ബീവി നോമ്പെടുത്തിട്ട് തളർന്ന് അവശയായിട്ട് കിടക്കുക.
ഒരു ഭാഗത്ത് കിടക്കുകയാണ്. ഓരോ നിമിഷങ്ങളിലും ക്ഷീണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നെറ്റിത്തടത്തിൽ നിന്നും തലയിൽ നിന്നും വയർപ്പ് പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ടിട്ടാണ് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. മഹാനവറുകൾ വന്നിട്ട് ചോദിച്ചു, ആയിഷ ബീവി, എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് നോമ്പ് നോൽക്കേണ്ട ആവശ്യമില്ല. ഇത് സുന്നത്തായ നോമ്പാണ്, ഇത് അറഫ നോമ്പാണ്, നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോ മുഖം ചുവന്ന് തുടുത്തിട്ട് പറഞ്ഞു, നീ എന്നെ കൽപ്പിക്കണ്ട, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വാക്കുകളാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ ഇന്ന സൗമ യൗമി അറഫ യുകഫിറുൽ അമല്ലദീ ഖബ്ലഹു, ഈ ഒരു ദിവസത്തെ നോമ്പ് ഞാൻ എടുത്താൽ എന്റെ മുൻകഴിഞ്ഞ വർഷത്തെ സകല ദോഷങ്ങളും പുറത്തു തരും. ഇത്രമേൽ ഒരു സുവർണമായ അവസരത്തെ നഷ്ടപ്പെടുത്തണമെന്നാണോ നീ കൽപ്പിക്കുന്നത് എന്ന് ആയിഷ ബീവി അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു ചോദിച്ചു. ജീവൻ നൽകിയിട്ടാണെങ്കിലും അള്ളാന്റെ തൃപ്തി കിട്ടണമെന്ന് ആഗ്രഹിച്ച വനിതയാണ് ആയിഷ. അതുകൊണ്ടാണ് ജിഹാദാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ ഏറ്റവും പുണ്യമായ അമലി എന്ന് മനസ്സിലാക്കിയിട്ട് മഹദി ഒരിക്കൽ റസൂലിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, തറൽ ജിഹാദ അഫ്ളലൽ അമൽ, റസൂലെ നിങ്ങൾ ജിഹാദിനെ ഏറ്റവും ഫضലാക്കപ്പെട്ട ഒരു അമലായിട്ട് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അഫലാ നുജാഹിദ്, ആ ഒരു ചോദ്യം സഹോദരിമാരെ നമ്മുടെ മനസ്സിൽ വേണ്ടത്. അങ്ങനെ നിങ്ങൾ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും ഫضലുള്ള അമൽ ജിഹാദാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളും യുദ്ധത്തിന് വരട്ടെ എന്ന് ആയിഷ ബീവി ചോദിക്കുമ്പോ ആയിഷ ബീവിയോട് റസൂല് പറയുന്നു, അല്ല അല്ല, നിങ്ങളുടെ ഏറ്റവും ഫضലാക്കപ്പെട്ട ജിഹാദ് ഹജ്ജുൻ മബ്റൂർ, മബ്റൂറായ ഹജ്ജാണെന്ന് നബി പറഞ്ഞെങ്കിൽ അതിനുശേഷമുള്ള അധിക വർഷവും 98% പിന്നെ അതിനുശേഷം ആയിഷ ബീവി ഹജ്ജിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ട് ആയിഷ ബീവി നിൽക്കുന്ന സ്ഥാനവും നമ്മുടെ സ്ഥാനവും നമ്മൾ മനസ്സിലാക്കണം. സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടിയ ഒരു വനിത കഷ്ടപ്പെടുന്നതും നമ്മൾ ആഡംബരത്തോടെ കഴിയുന്നതും നമ്മൾ മനസ്സിലാക്കണം. വളരെ മോശമായ ഒരു അവസ്ഥയിലൂടെ സഞ്ചരിക്കുമ്പോ ആയിഷ ബീവി കഷ്ടപ്പെടാനാണ്, ഭൂലോകത്ത് കുറച്ച് കഷ്ടപ്പെടാനുള്ള സന്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആയിഷ ബീവിയുടെ കേളി അവിടുത്തെ ദാനധർമ്മത്തിലാണ്. ദാനധർമ്മത്തിൽ കേളി കേട്ട ആളായിരുന്നു. അവിടുത്തെ കയ്യിൽ ഒരു ദിർഹമോ ഒരു ദീനാറോ അവശേഷിക്കാറുണ്ടായിരുന്നില്ല, ഒന്നും അവശേഷിക്കാറുണ്ടായിരുന്നില്ല. എല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന ഒരു പതിവ് കൊണ്ട് ഈ ഉമ്മത്തിനെ നയിച്ച നായികയാണ് ആയിഷ. മഹദി തന്നെ റിവായത്ത് ചെയ്തതല്ലേ, ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറത്തിൻ, റസൂൽ ആയിഷ ബീവിയോട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാ, നരകത്തെ സൂക്ഷിക്കണം. വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു കാരക്കയുടെ ചീന്ത് കൊണ്ടാണെങ്കിലും. ഒരിക്കൽ ആയിഷ ബീവിയുടെ വീട്ടിൽ ഒരു പെണ്ണ് കടന്നു വന്നു, കൂടെ 2 മക്കളും, സ്ത്രീകളായ 2 മക്കളും. ഈ 2 മക്കളേറ്റ് വീട്ടിൽ വന്നിട്ട് യാചനയോടുകൂടെ ആയിഷ ബീവിയുടെ കണ്ണിലേക്ക് നോക്കി. ആ സമയത്ത് ആയിഷ ബീവി തന്റെ വീട്ടിനുള്ളിലേക്ക് വന്നിട്ട് വീട് പൂർണ്ണമായിട്ടും അരിച്ചു പെറുക്കി നോക്കി. ആകെ കിട്ടിയത് ഒരൊറ്റ കാരക്ക. ഒരൊറ്റ കാരക്കയാണെന്ന് ആ വീട്ടിലാകെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോ നമ്മുടെ വീട്ടിലൊക്കെ ഒരു 3 ജനറേഷന് കഴിച്ചു കൂട്ടാൻ പറ്റിയ വിഭവങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. അന്ന് ആ വീട്ടിലുണ്ടായിരുന്നത് ഒരൊറ്റ കാരക്കയായിരുന്നു. ആ കാരക്ക എടുത്ത് ആ പെണ്ണിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ആ പെണ്ണ് ആ ഒരു കാരക്ക 2ആക്കുകയും തന്റെ 2 മക്കൾക്കിടയിൽ വീതിക്കുകയും ചെയ്തു. അത് കണ്ടിട്ടാണ് റസൂൽ ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ ഈ കാരക്ക കൊടുത്തപ്പോ സഹോദരിമാര് ആ പെണ്ണ് തിരിച്ചുപോയി. അള്ളാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് കടന്നു വരുന്നു. റസൂല് ചോദിക്കുന്നു, വേറെ ഒന്നും കൊടുക്കാനുണ്ടായിരുന്നില്ലേ? ഒന്നുമില്ല യാ റസൂലല്ലാഹ്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആരെങ്കിലും ഈ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് നന്മ ചെയ്തു കൊടുത്താൽ, ഈ പാവപ്പെട്ട പെൺകുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ആരെങ്കിലും പ്രവർത്തിച്ചാൽ,
കുന്ന ലഹു സിത്റം മിനന്നാർ. ഈ പെൺകുട്ടികൾ നാളെ മഹ്ശറ വൻസഭയിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോൾ അവന് നരകത്തിൽ നിന്നുള്ള ഒരു മറയായി വർത്തിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും ഈ പെൺകുട്ടികൾക്ക് നല്ലത് ചെയ്തു കൊടുത്താൽ അവർക്ക് നാളെ ഈ മഹ്ശറ വൻസഭയിൽ നിൽക്കുമ്പോൾ നരകത്തിൽ നിന്ന് അവർക്കുള്ള ഒരു മറയായി, മോചനമായി ഈ പെൺകുട്ടികൾ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിന്ന് പോയി മുആവിയ റളിയല്ലാഹു അൻഹ ആ പെൺകുട്ടികൾക്ക് വേണ്ടത് ചെയ്തു കൊടുത്തു. ആ സമയത്ത് ആയിഷ ബീവി പറയുന്നു, എന്റെ ഭർത്താവിന് ഇങ്ങനെ കൊടുക്കാനൊന്നും ഇല്ലാഞ്ഞിട്ടാണല്ലോ. ആ ഒരു വാക്ക് നമ്മൾ മനസ്സിൽ നിൽക്കണം. റസൂല് പറയാണ്, ഈ പെൺകുട്ടികൾക്കാരെങ്കിലും നന്മ ചെയ്തു കൊടുത്താൽ അവർക്ക് നരകത്തിൽ നിന്ന് മോചനമാകുമെന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബീവി വീട്ടിൽ നിന്ന് പറയുകയാണ്, എന്റെ ഭർത്താവിന് അങ്ങനെ കൊടുക്കാനില്ലാഞ്ഞിട്ടാണല്ലോ. വീട്ടിലുണ്ടായിട്ടും കൊടുക്കാത്ത ഒരു സമൂഹമല്ലേ നമ്മളുള്ളത്. പാവപ്പെട്ടവരെ മൈൻഡ് ചെയ്യാതെ പാവപ്പെട്ടവരെ അവഗണിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിശുദ്ധമായ ദീനും നമ്മുടെ നായകന്മാരും നായികമാരും കാണിച്ചു തന്ന പാത സൗഹൃദത്തിന്റെ, പരസ്പര സഹകരണത്തിന്റെ പാതയായിരുന്നു. ആയിഷ ബീവിയുടെ കേളി അവിടുത്തെ ദാനധർമ്മത്തിൽ തന്നെ. ഒരിക്കൽ മുആവിയ റളിയല്ലാഹു അൻഹു 1,00,000 ദിർഹം മഹദിയായ ആയിഷ ബീവിക്ക് കൊടുത്തയച്ചു. അന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് അവിടെയുള്ള പാവങ്ങൾക്കിടയിൽ ആ 1,00,000 ദിർഹമും വീതിച്ചു കഴിഞ്ഞിരുന്നു. 1,00,000 ദിർഹം ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തു. അന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് ആ 1,00,000 ദിർഹമും അവിടെയുള്ള പാവങ്ങൾക്കിടയിൽ വീതിച്ചു കഴിഞ്ഞിരുന്നു. സയ്യിദത്ത് ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ കാ മർതബാ ഹേ ബിൽ യഖീൻ ബർതർ ഖയാസ്, ബഹർ നാ പൈദാ കിനാരാ ഹേ വോ ഇൽമോ കി ബി പ്യാസ്. വൈകുന്നേര സമയമായപ്പോ ആയിഷ ബീവിയുടെ അടിമപ്പെണ്ണ് കടന്നു വന്നിട്ട് ചോദിച്ചു, 1 ദിർഹം എടുത്തു വെച്ചുകൂടായിരുന്നു? 1,00,000 ദിർഹം തന്നിട്ട് അതിലൊരു ദിർഹം പോലും നിങ്ങൾ എടുത്തു വെച്ചില്ലല്ലോ. 1 ദിർഹം എടുത്തു വെച്ചിരുന്നെങ്കിൽ ആ ദിർഹം കൊണ്ട് ഒരു ഇറച്ചി വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇന്ന് നോമ്പ് തുറക്കാനുള്ള വിഭവം ഉണ്ടാക്കാമായിരുന്നല്ലോ. അതുപോലും മറന്നിട്ട് ആളുകൾക്കിടയിൽ കൊടുത്തു. ഈ വാക്ക് അടിമപ്പെണ്ണ് പറഞ്ഞപ്പോൾ ആയിഷ ബീവി പറയുകയാണ്, ലൗ കുൽതി ഖബല അൻ ഉഫർരിഖഹാ ലഫഅൽതു, ഇത് തീരുന്നതിന് മുമ്പ് നീ പറയണ്ടേ. അതാണ് സ്വന്തം കാര്യം മറന്നിട്ടും പാവങ്ങളെ സഹായിക്കുവാൻ. കാരണം അവർക്കറിയാം ഇത് നൈമിഷികമായ വീടാണ്. ഇത് കേവലം ഇപ്പോഴല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നശിക്കുന്ന നിശ്വരമായ വീടാണ്. ജിന്ദഗി ഇൻസാൻ കി ഹേ മാനിന്ദ മുർഗേ ഖുശ്നവാ, കശാഖ് പർ ബൈഠാ കോയി ചഹചഹായ ഉടുകയാ. ഒരു പക്ഷിപ്പറവ പറന്ന് പറന്ന് വന്നിട്ട് ഒരു മരച്ചില്ലയിൽ ഇരുന്നിട്ട് കളകളാരവം മുഴക്കിയിട്ട് പാറിപ്പോകുന്ന കാലമേ ഒരു മനുഷ്യന് ഭൂലോകത്തുള്ളൂ. ഇത് കഷ്ടപ്പെടേണ്ട ലോകമാകുന്നു. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ചോദിച്ചുവല്ലോ, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഓ മനുഷ്യ, അഫഹസിബ്തും, നീ ചിന്തിക്കുന്നുണ്ടോ, നീ വിചാരിക്കുന്നുണ്ടോ ഈ ഭൂലോകത്തേക്ക് നിന്നെ പടച്ചത് അബസ, വെറുതെ പടച്ചതാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നിന്നെ വെറുതെ ഒരു കാര്യവുമില്ലാതെ പടച്ചതാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, ഇവിടെ നിന്നൊരു മടക്കമുണ്ടെന്ന് നീ മറന്നുപോയോ? ഇവിടെ നിന്ന് നമുക്കെല്ലാവർക്കും 6 അടി മണ്ണിലേക്ക് പോകാനുള്ള കാര്യം നീ മറന്നുപോയോ? ദുനിയാ കെ യേ മുസാഫിർ മൻസിൽ തെരീ ഖബർ ഹേ, ദുനിയാ കെ യേ മുസാഫിർ
मंजिल तेरी कब्र है तय कर रहा है जो तू दो दिन के ये सफर है ദുനിയാവിലെ യാത്രക്കാര ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യ മൻസിൽ തരീ ഖബർ ഹേ നിന്റെ വീട് അത് ഖബറാണ് ഭൂലോകത്ത് ഏത് വലിയ ഉദ്യോഗമുള്ള ആളാണെങ്കിലും ഏത് വലിയ ലക്ഷറി വാഹനത്തിൽ സഞ്ചരിച്ച മനുഷ്യനാണെങ്കിലും ഏത് വലിയ ബംഗ്ലാവിൽ കഴിച്ചു കൂട്ടിയവനാണെങ്കിലും ഏത് എയർ കണ്ടീഷൻ റൂമുകളിൽ കഴിഞ്ഞു കൂടിയവനാണെങ്കിലും മൻസിൽ തരീ ഖബർ ഹേ നിന്റെ വീട് അത് ഖബറാണെന്ന് നീ മറക്കണ്ട ഒരു പോക്ക് നമുക്ക് പോകാനുണ്ട് ഒരു പോക്കിനെ കുറിച്ച് നിങ്ങൾ മറക്കണ്ട 6 കാലുള്ള വാഹനത്തിലേറിയിട്ട് 6 അടി മണ്ണിലേക്ക് വെക്കുന്നത് നിങ്ങൾ മറക്കണ്ട വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ നിങ്ങളെ വെറുതെ പടച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാൽ ജിന്ന് വർഗത്തെ നാം സൃഷ്ടിച്ചിട്ടില്ല മനുഷ്യവർഗത്തെ നാം സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ എനിക്ക് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയല്ലാതെ ഒരാളെയും ഭൂലോകത്ത് സൃഷ്ടിച്ചിട്ടില്ലെന്ന് അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ പറയുമ്പോൾ എന്റെ പെങ്ങന്മാരെ ഉമ്മമാരെ സഹോദരിമാരെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ 24 മണിക്കൂർ കഴിയുമ്പോ അതിൽ എത്ര മിനിറ്റുകളാണ് ഇബാദത്തിന് വേണ്ടി മാത്രം പടക്കപ്പെട്ട് നമ്മൾ കഴിച്ചു കൂട്ടുന്നത് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല ആയിഷ ബീവി പറഞ്ഞില്ലേ ലൗ ഖുൽതു ഖബല അൻ ഉഫർരിഖഹാ ലഫഅൽതു ഇത് നേരത്തെ പറയണ്ടേ എന്നെ കുറിച്ച് ഞാൻ മറന്നു അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചു ചില സമയങ്ങളിൽ തന്റെ അടുത്തുള്ള വസ്തുക്കൾ വരെ വിൽപ്പന നടത്തി അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് പാവങ്ങൾക്കിടയിൽ വിതരണം നടത്തിയിരുന്നു സയ്യിദത്ത് ആയിഷ റളിയല്ലാഹു അൻഹാ ആ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ മാറ്റിവെക്കണം ആ ജീവിതത്തിന്റെ ചിത്രങ്ങളെ അടർത്തിയെടുത്ത് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തി വെക്കണം ആയിഷ ബീവി പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം സമകാലിക ലോകത്ത് ഫാഷനുകളായി മോഡലുകളായി പറഞ്ഞിട്ട് നഗ്നത വെളിവാക്കിയിട്ട് എന്റെ സഹോദരിമാരെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ നിങ്ങൾ തട്ടം തോളിലിട്ട് നടക്കുമ്പോ നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കേണ്ട നായികയുടെ വാക്കുകൾ നിങ്ങൾ മറന്നു പോകാൻ പാടില്ല നമ്മൾ മറന്നു പോകാൻ പാടില്ല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ ജനങ്ങളെ വശീകരിക്കുവാൻ വേണ്ടിയിട്ട് നഗ്നത വെളിവാക്കി നടക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞത് ലാ യദ്ഖുലുൽ ജന്നത അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല മാത്രമല്ല വലാ യജിദുന റീഹഹാ സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവർക്ക് അനുഭവിക്കുവാനുള്ള ഭാഗ്യമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ നമ്മൾ മറക്കാൻ പാടില്ല ആയിഷ ബീവി ഈ വിഷയത്തിൽ എത്ര സൂക്ഷ്മത പുലർത്തിയിരുന്നു ഒരു കുരുടനായ ഒരാളുണ്ടായിരുന്നു താബിഈയ ഇസ്ഹാഖ് റളിയല്ലാഹു ഒരു വിഷയം എന്തോ ചോദിക്കുവാൻ വേണ്ടി ആയിഷ ബീവിയുടെ വീട്ടിൽ വന്നപ്പോ ആയിഷ ബീവി അയാൾ വരുന്നത് കണ്ടപ്പോ പെട്ടെന്ന് വീട്ടിലേക്ക് മറഞ്ഞു നിന്നു ആ സമയത്ത് ഇസ്ഹാഖ് റളിയല്ലാഹു ചോദിച്ചു എന്തിനാണ് ആയിഷ ബീവിയെ എന്നിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നത് എനിക്ക് കണ്ണ് കാണില്ലല്ലോ ഞാൻ കുരുടനാണെന്ന് നിങ്ങൾക്കറിയില്ലേ ആ സമയത്ത് ആയിഷ ബീവി പറഞ്ഞു നിനക്ക് എന്നെ കാണുന്നില്ലെങ്കിലും എനിക്ക് നിന്നെ കാണാമല്ലോ അതുപോലും നമ്മൾ സൂക്ഷിക്കണ്ടേ അല്ലാഹു നിഷിദ്ധമാക്കിയതല്ലേ അന്യപുരുഷന്റെ മുഖത്തേക്ക് നോക്കലേ അന്യപുരുഷന്റെ മുമ്പിൽ ഔറത്ത് വെളിവാക്കലേ അത് ഞാൻ ആലോചിച്ചത് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ല നിങ്ങൾക്ക് കാണില്ലെങ്കിലും ഞാൻ നിങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞ് അവിടെ ജീവിതത്തിലെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച സയ്യിദത്ത് ആയിഷ മാത്രമല്ല ആയിഷ ബീവിയുടെ വീട്ടിലാണ് റസൂലിന്റെ തിരുശരീരം മറവ് ചെയ്യപ്പെട്ടത്
അത് സ്വന്തം ഭർത്താവാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തിരുശരീരവും അവിടെയാണ് മറവ് ചെയ്യപ്പെട്ടത്. അത് പിതാവുമാണ്. അവരന്യരായിരുന്നില്ല. അതുകൊണ്ട് യഥേഷ്ടം അങ്ങോട്ട് പോകുകയും വരികയും ചെയ്യാമായിരുന്നു ആയിഷ ബീവിക്ക്. എന്നാൽ ആ വീട്ടിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ദഫ്ന് ചെയ്തതിന് ശേഷം പൂർണ്ണമായ ഹിജാബോട് കൂടെയല്ലാതെ ആയിഷ ബീവി ആ മുറിയിലേക്ക് കടന്നിരുന്നില്ല. ഇതാണ് നമ്മുടെ മാതൃക. ഈ മാതൃക നമ്മൾ കൈവടിയാൻ പാടില്ല. ഈ മാതൃക പിന്തുടരുന്നവർ ഈ മാതൃകയാണ് നാം സ്നേഹിക്കുന്നതെങ്കിൽ, ഇഷ്ടപ്പെടുന്നതെങ്കിൽ, നാളെ സ്വർഗത്തിലേക്ക് താക്കോലുമായി സ്വർഗത്തിന്റെ ഉദ്ഘാടനത്തിന് പോകുന്ന ആയിഷ ബിവിയോടുകൂടെ നമുക്കും സ്വർഗത്തിൽ പോകാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആയിഷ ബീവിയുടെ ജീവിതം നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളെ കുറിച്ചാണ് നാം പറഞ്ഞു വന്നത്. ആയിഷ ബീവിയുടെ ജീവിതം നൽകുന്ന മറ്റൊരു വസ്തുതയുണ്ട്. ഇസ്ലാം സ്ത്രീകളെ തളച്ചിടുകയും കാമപൂർത്തീകരണത്തിനുള്ള മാധ്യമമായി ഉപയോഗിക്കുകയുമാണെന്ന പാശ്ചാത്യരുടെ വാദങ്ങളുടെ മുനയൊടിച്ച് സ്ത്രീ വ്യക്തിയിലും ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും തന്റേതായ കടമകളും കടപ്പാടുകളും നിർവഹിക്കുവാനുണ്ടെന്ന സന്ദേശം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത നായികയാണ് ആയിഷ റളിയല്ലാഹു അൻഹാ. പെണ്ണ് വിദ്യാഭ്യാസം കരഗതമാക്കണ്ട എന്ന് വിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, കൽപ്പിച്ചിട്ടുമില്ല. തന്റെ പരിമിതി, തന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ആവുന്നത്ര വിജ്ഞാനം സ്വായത്തമാക്കാനാണ് എന്റെ പെങ്ങന്മാരെ, ഉമ്മമാരെ നാം ശ്രദ്ധിക്കേണ്ടത്. ലോകം കണ്ട ഏറ്റവും പ്രതിഭാശാലിയായ മുഫസ്സിറത്ത് ആയിഷയാകുന്നു. അതിനേക്കാൾ പ്രഗൽഭയായ മുഹദ്ദിസത്ത് ആയിഷയാകുന്നു. അതിസമർത്ഥയായ കർമ്മശാസ്ത്ര പണ്ഡിത, ഇജ്തിഹാദിൽ കഴിവുള്ള പണ്ഡിത, അതും ആയിഷയാകുന്നു. ഫഖീഹത്തും മുജ്തഹിദത്തുമായിരുന്നു. ഇസ്ലാമിക ലോകത്തെ അറിയപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാർ ആയിഷ ബീവിയുടെ ശിഷ്യന്മാരായിരുന്നു. ഉർവത്ത് ബിൻ സുബൈറിനെ പോലെ, അൽ ഖാസിം ബിൻ മുഹമ്മദ് ബിൻ അബീ ബക്കറിനെ പോലെ, അംറത്ത് ബിൻത് അബ്ദുറഹ്മാനുൽ അൻസാരിയ റളിയല്ലാഹു അൻഹായെ പോലെ പ്രഗൽഭരായ ഒരുപാട് ആളുകളും സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക് വിജ്ഞാനത്തിന്റെ അക്ഷയഖനികൾ തുറന്നുകൊടുത്ത നേതാവാണ്, നായികയാണ്, നമ്മുടെ കരുത്തയായ കപ്പിത്താനാണ് നമ്മുടെ മാതാവായ സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹാ. മഹാനായ അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും അവരുടെയൊക്കെ പ്രഭാഷണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആയിഷയുടെ സംസാരത്തെക്കാൾ സാഹിത്യ സമ്പുഷ്ടവും അർത്ഥനിർഭരവുമായ ഒരു വാക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ലെന്ന് അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ആയിഷ ബീവിയുടെ ഏറ്റവും പ്രമുഖനായ ശിഷ്യൻ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഇരിക്കെ ആയിഷ ബീവിയുടെ അടുത്തു നിന്ന് ചോദിക്കുക, പ്രിയപ്പെട്ട ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട ആയിഷ, എന്റെ മാതാവായ ആയിഷ, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. ഇന്നി ലഅതഫക്കറു ഫീ അംരിക ഫഅഅജബു. നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ചിന്തിക്കുന്നു, അങ്ങനെ ഞാൻ അത്ഭുതപ്പെടുന്നു. എന്തേ കാരണം? അജിദുക മിൻ അഫ്ഖഹിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഫിഖ് അറിയുന്ന പണ്ഡിത നിങ്ങളാകുന്നു. അതിൽ ആയിഷ ബീവി ചോദിച്ചു, അതിനെന്താ തടസ്സം? എന്റെ പിതാവ് സിദ്ദീഖാണെങ്കിൽ എന്റെ ഭർത്താവ് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ ഉൻകെ പിതർ ഹേ वो अरूसे शाहिदी, इस मुक़द्दस नसब पर ना ज़ाहमे ഖുൽദേ ബരി. സിദ്ദീഖ് പിതാവും പുണ്യറസൂല് ഭർത്താവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫിഖ് കൂടുതൽ അറിയുന്ന പെണ്ണാകുന്നതിന് തടസ്സമില്ല.
അപ്പൊ ഉർവത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അറബികളുടെ ദിവസങ്ങളെ കുറിച്ച്, അവരുടെ തറവാടുകളെ കുറിച്ച്, അവരുടെ കവിതകളെ കുറിച്ചും കൂടുതൽ അറിയുന്ന ആള് നിങ്ങളാണല്ലോ, എങ്ങനെ ആയി എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവി പറയുകയാണ്, എന്തുകൊണ്ടായിക്കൂടാ, എന്റെ പ്രിയപ്പെട്ട പിതാവ് ആ വിഷയത്തിൽ നല്ല പണ്ഡിതനായിരുന്നു, അവിടുന്ന് നേടിയെടുത്ത സ്വായത്തമാക്കിയ അറിവുകളാണിത്. ആ സമയത്ത് ഉർവ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നാൽ അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം, ഞാൻ അംഗീകരിക്കാം. പക്ഷേ ലോകം കണ്ട ഏറ്റവും വലിയ ഡോക്ടറായി, ലോകത്തെ ഏറ്റവും വലിയ MBBS നേടിയ ബിഷഗ്വരയായി, വൈദ്യശാസ്ത്ര പണ്ഡിതയായിട്ട് നിങ്ങൾ എങ്ങനെയാണ് മാറിയത് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവി പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവായ ലോകനായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടായിരുന്നു. അറബികളായ അജമികളായ ഒരുപാട് ആളുകൾ അവരുടെ അടുത്ത് വന്നിട്ട് രോഗങ്ങൾ വിശദീകരിച്ചു കൊടുക്കും, മരുന്നുകളും പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ ഇൽമുള്ള ആളായത് എന്ന് സയ്യിദത്ത് ആയിഷ ബീവി പറയുന്നത് ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട സത്യങ്ങളാണ്. എന്നിട്ട് ഉർവ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആയിഷ ബീവിയുടെ വഫാത്തിന് ശേഷം ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫലഖദ് ദഹബ അഹ്മതു ഇൽമിഹാ, അവരുടെ ഇൽമിന്റെ മുക്കാൽ ഭാഗം നമുക്ക് നഷ്ടമാവുക ചെയ്തത്. ലാ യുസ്അലു അൻഹു, അതിനെക്കുറിച്ച് ചോദിക്കാതെ. ആളുകളൊക്കെ ഉലൂമുദ്ദീനിയായ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും, ഉലൂമുദ്ദീനിയായ കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു. അങ്ങനെ ആ കാര്യങ്ങൾ ചോദിച്ചു. ഈ ടിബിന്റെ അറിവുകളൊന്നും ചോദിക്കാൻ ആളില്ലാഞ്ഞിട്ട് ആ ഇൽമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏതെങ്കിലും മോഡൽ ഷോകളിൽ പ്രത്യക്ഷപ്പെടുന്ന, ഏതെങ്കിലും ഫാഷനുകൾ പ്രത്യക്ഷപ്പെടുന്ന സീരിയലിലെ നായികമാരോ സിനിമകളിലെ നടിമാരോ നമുക്ക് മാതൃകയാകേണ്ട. നമ്മുടെ നേതാവ് സയ്യിദത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഹിജ്റയുടെ 58-ാം വർഷം വിശുദ്ധമായ റമളാൻ മാസത്തിലെ വിശുദ്ധമായ റമളാൻ 17-ന്റെ ദിവസമായിരുന്നു മഹദിയുടെ വഫാത്ത്. ആ രാത്രി അനേകം ആളുകൾ അവിടെ ഒരുമിച്ചുകൂടി. ചരിത്രം റിപ്പോർട്ട് ചെയ്യുന്നു, മുമ്പൊരിക്കലും കാണാത്ത വിധം അവിടെ ജനസഞ്ചയങ്ങൾ ഒരുമിച്ചു കൂടി എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ആ വനിതയുടെ ജീവിതം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളെ നാം ഉൾക്കൊള്ളണം. आंगन से तेरे शम्सो कमर दुनिया में उजाला करते हैं, आंगन से तेरे शम्सो कमर दुनिया में उजाला करते हैं, महबूब खुदा सिद्दीक खुदा किस्मत को दोबाला करते हैं. ആയിഷ ബീവിയെ, നിങ്ങളുടെ ആ തിരുമുറ്റത്തിൽ നിന്നാണ് ലോകത്തോളം പ്രകാശിതമായ സൂര്യനും നിലാവ് പെയ്ത ചന്ദ്രികയും ഉദിച്ചുയർന്നത്. ആയിഷയുടെ അങ്കണത്തിൽ നിന്നാണ്. ആംഗൻസത്തേരെ, നിങ്ങളുടെ അങ്കണത്തിൽ നിന്ന് ശംസു ഖമർ, സൂര്യൻ ഉദിച്ചു വന്നു, നിലാവ് പെയ്യുന്ന ചന്ദ്രിക ഉദിച്ചു വന്നു. ദുനിയാമെ ഉജാല കർത്തേ, ദുന്യാവ് ഒന്നടങ്കം പ്രകാശിതമായി. അങ്ങനെ ലോകത്തിന് ഏറ്റവും സ്നേഹിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമായി ആയിഷ ബീവി മാറുകയാണ്. ആപ്പ് പർസോ ജാനി താര അതുകൊണ്ട് ഞങ്ങൾക്കൊരു ശരീരമല്ല 100 ശരീരം ഞങ്ങൾക്കുണ്ടാവുകയാണെങ്കിൽ ആ 100 ശരീരവും അങ്ങേക്ക് ദണ്ഡമാണ് ആയിഷ, അങ്ങേക്ക് മുമ്പിൽ അർപ്പിക്കുന്നു ആയിഷ. അന്തി ഉമ്മുൽ മുഅ്മിനീൻ മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീൻ, നിങ്ങള് ലോകത്തിലുള്ള മാതാക്കളിൽ നിന്ന് മുഅ്മിനീങ്ങളുടെ മാതാവായിട്ട് അല്ലാഹു തെരഞ്ഞെടുത്തതാണ്. വ അസ്വാജുഹു
ഉമ്മഹാതുഹും, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ആയിഷ കാ മർതബ ഹേ ബിൽ യഖീൻ ബർതർ ഖയാസ്, ബഹർ നാ പൈ ദാ കിനാരാ है वो इल्मों की भी प्यास, इल्म फन में है वो यकता ये जमाना बिल यकीन, जिनको उम्मत की मुअल्ली മാ കഹാ ഹേ ഷാഹിദീൻ. ലോകത്തിന് വിഷ്വൽ പ്രകീർത്തിതമായ സംസ്കാരം നമുക്ക് എത്തിച്ചു തന്ന ആയിഷ ബീവി ഹിജ്റ 58 വർഷം ഈ ലോകത്തോട് ഇഹലോകവാസം വെടിഞ്ഞു. ആ മഹദിയോട് കൂടെ അള്ളാഹു അവന്റെ ജന്നാത്തുൻ നഈമിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. ആ മഹദിയുടെ ജീവിതം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾ ഓരോന്നായി പഠിക്കുവാനും അത് ആ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി വെക്കുവാനും അള്ളാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ. ഈ ഒരുമിച്ച് കൂടിയതിനേക്കാൾ മനോഹരമായി നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു അവന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മളിവിടെ പറഞ്ഞതും കേട്ടതും അറിഞ്ഞതും അള്ളാഹു അവന്റെ ഉന്നതമായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.